എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. പപ്പടം കൊണ്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ പപ്പടം എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ച് പപ്പടം എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കണം. ഇനി കട്ട് ചെയ്ത് വറുത്തെടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ തന്നെ പപ്പടം വറുത്തെടുക്കാവുന്നതാണ്. കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. പപ്പടമൊക്കെ വറുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചൂടായ എണ്ണയിലേക്ക് പപ്പടം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതൊന്ന് വറുത്ത് കിട്ടും. ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേ സ്റ്റൗവിലേക്ക് തന്നെ ഒരു മൺചട്ടി വെച്ചിട്ട് പപ്പടം ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. ഒരു 20ഓളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി നല്ലപോലെ നമുക്ക് വഴണ്ട് കിട്ടണം. പച്ചക്കറി ഒന്നും വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. നോൺ വെജൊക്കെ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ഞാനിപ്പം ഒരു 8-9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചുമന്നുള്ളി മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. 3-4 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഉള്ളി നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഈ സമയത്ത് കുക്ക് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമ്മൾക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ നല്ലപോലെ കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നല്ലപോലെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തക്കാളിയുടെ ആ ഒരു പുളിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിപ്പം വാളംപുളിയുടെ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് തിളപ്പിക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് അത്രയും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പപ്പടം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പപ്പടം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മുഴുവനായിട്ട് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. തയ്യാറാക്കി കഴിയുമ്പം കറിയൊക്കെ കാണാനായിട്ട് കുറച്ച് ഭംഗിയുണ്ടാവും. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്തൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തിളച്ച് കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട.
ഇനി നാളികേരപ്പാൽ ചേർക്കാതെ നമ്മൾക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാളികേരത്തിൻ്റെ പാൽ ചേർത്ത് കൊടുത്തത്. ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറി തന്നെയാണിത്. ഇതൊരുപാട് ചാറോട് കൂടി കിട്ടുന്നൊരു കറിയല്ല, നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ഇരിക്കുന്ന ഒരു കറിയാണ്. ഇനി ഇതിനകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. കറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പേര് നമ്മുടെ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റ് ഇടാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.